കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലെ വിവിധ സർക്കാർ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് കോട്ടയത്ത് മേഖലാ അവലോകനം ചേരും. രാവിലെ 10 മണിക്ക് തെള്ളകം DM കൺവെൻഷൻ സെന്ററിലാണ് മേഖലാ അവലോകന യോഗം ചേരുക. സനോജ് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സനോജ്, ഇത്തരത്തിൽ സർക്കാർ പദ്ധതികളുടെ പുരോഗമനം വിലയിരുത്താനാണ് ഇത്തരത്തിൽ മേഖലാ അവലോകനം ചേരുന്നത്. പ്രധാനമായും ആരൊക്കെയായിരിക്കും ഈ യോഗത്തിന്റെ ഭാഗമാവുക? മറ്റു വിവരങ്ങൾ കൂടി. ആര്യ, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ഇന്ന് നടക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി നടക്കുന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട 12ഓളം മന്ത്രിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വകുപ്പുതല മേധാവികൾ, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. എറണാകുളം, കോട്ടയം, ഇടുക്കി, ഒപ്പം തന്നെ ആലപ്പുഴ, ഈ 4 ജില്ലകളിലെ യോഗമാണ് ഇവിടെ നടക്കുന്നത്. മധ്യമേഖലാ യോഗം കഴിഞ്ഞ ദിവസം മലബാറിലെ മേഖലാതല യോഗവും നടന്നിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായും നടക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുരോഗതികൾ, ആ പുരോഗതികളിൽ നിലവിൽ ഉണ്ടായിരിക്കുന്ന പ്രവൃത്തികൾ എവിടെ വരെ എത്തി, എന്തെങ്കിലും കാലതാമസമുണ്ടോ, കാലതാമസം ഉണ്ടെങ്കിൽ അതിൻ്റെ തടസ്സം എന്താണ് എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുക. ഇപ്പോൾ മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മന്ത്രിയോട് തന്നെ നമുക്ക് ചോദിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിനുശേഷം ആദ്യം ഈ യോഗത്തിൻ്റെ നടപടിക്രമം എന്ന നിലയിൽ മുഖ്യമന്ത്രി ഈ യോഗത്തിൽ ആമുഖ പ്രഭാഷണം നടത്തും. മിനിസ്റ്ററെ, ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടാവുക, എന്ത് ആലോചനകളാണ് നടക്കുക? ഇന്ന് 4 ജില്ലകളിലെ കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, ഈ 4 ജില്ലകളിലെ വിവിധ പദ്ധതികളുടെ അവലോകനങ്ങളാണ് ഇന്നിവിടെ നടക്കുക. എല്ലായ്പ്പോഴും മേഖലാ യോഗങ്ങളിൽ ഓരോ പ്രോജക്റ്റ് ഏറ്റെടുത്ത് അത് എത്രത്തോളമായി, ചിലത് DPR വന്നു കഴിഞ്ഞ് അതിൻ്റെ വർക്ക് ടെൻഡർ ചെയ്ത് ഓർഡർ കൊടുത്തു കഴിഞ്ഞ് പല രൂപത്തിലുള്ള താമസങ്ങൾ വരുന്ന ചില വർക്കുകളൊക്കെ വരാം. അത് ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്തു പോയെങ്കിലേ കൃത്യമായി ആ വർക്കുകളൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കൂ. അതിനുള്ള ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പം മാത്രമല്ല, തുടങ്ങിയ കാലഘട്ടം മുതൽ ഈ റിവ്യൂ കൃത്യമായി നടത്തുന്നുണ്ട്. മേഖലാ യോഗങ്ങളും അതോടൊപ്പം തന്നെ കരുതലും കൈത്താങ്ങുമെന്ന രൂപത്തിൽ ഫയലുകൾ തീർക്കലും അടക്കമുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ, ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ആ നടക്കുന്നതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഉദ്യോഗസ്ഥ പ്രമുഖരെയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും കൂടെ പങ്കെടുത്ത് ഓരോ ജില്ലയിലെയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ എവിടെ വരെയായി, എത്ര എണ്ണം ഫിനിഷ് ചെയ്തു, എത്ര എണ്ണം അവസാന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇനി അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും തടസ്സമുണ്ടോ, ഇങ്ങനെ ഇതെല്ലാം പരിശോധിച്ച് അതിനെല്ലാം പരിഹാരം കണ്ടെത്തുന്ന ഭരണപരമായ ഏറ്റവും നല്ല നീക്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ അവലോകന യോഗം. ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള അവലോകനം നടത്തിയതിൻ്റെ ഭാഗമായി ചില പ്രോജക്റ്റുകളൊക്കെ കാലതാമസങ്ങൾ കൂടാതെ നടപ്പാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ എന്താണെന്ന് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ പറയും. അത് പരിഹരിക്കാൻ ആവശ്യമായ ക്രിയാത്മക നിർദ്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത്തരത്തിൽ ഓരോ പദ്ധതിയും കൃത്യമായി അവലോകനം ചെയ്യുന്ന, ഒരുപക്ഷെ ഈ സംസ്ഥാനത്തെ ഭരണരംഗത്ത് ഇത്രത്തോളം സൂക്ഷ്മതയോടുകൂടി ഇടപെട്ട് ഓരോ രംഗത്തും സജീവമാക്കി പ്രോജക്റ്റുകൾ നടപ്പാക്കുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടമാണ്. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം, എരുമേലി എയർപോർട്ട്. ആ കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ അതിൻ്റെ പുരോഗതിയൊക്കെ വിലയിരുത്തുമോ? നിശ്ചയമായും എരുമേലി എയർപോർട്ടിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ സർവേ ആരംഭിച്ചല്ലോ, ഇന്നലെ അവിടെ ആരംഭിച്ചു. ഇപ്പോൾ നമ്മുടെ മണിമല, എരുമേലി വില്ലേജുകളാണ് അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഇന്നത്തെ യോഗത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ പരിശോധനകൾ, അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എത്രത്തോളമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, തീരുമാനങ്ങളെയൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി VN വാസവൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ആര്യ, ശരി. മേഖലാ അവലോകന യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി VN വാസവൻ. വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്.